ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ്. ചെമ്മീനും കടച്ചക്കയും കൂടി നാളികേരം വറുത്തരച്ച് വെക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി ആയിട്ട് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ കറി ശരിയാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഈ ഒരു ചെറിയ കടച്ചക്കയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. വെള്ളത്തിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വാരിയെടുത്തതാണ്. ആദ്യം തന്നെ മൺചട്ടിയിലേക്ക് നമ്മളുടെ കടച്ചക്ക ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കി കണ്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കേട്ടോ, അതിട്ട് കൊടുക്കാം. ചെമ്മീൻ ഞാനിവിടെ ഒരു 400 ഗ്രാം ഉണ്ടാവും കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറവായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെമ്മീനൊക്കെ ഇടുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടുമല്ലോ, അപ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ ചതച്ചെടുത്തത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ഇതിന് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീനും കടച്ചക്കയും വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. നമ്മളിത് വറുത്തരച്ചാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മുറി നാളികേരം ഇവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. ഒരു കടായി വെച്ച് അതിലേക്ക് നമ്മൾ ചിരകിയെടുത്തിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നാളികേരം ഒന്ന് നന്നായി വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ വറുത്തരച്ചല്ലേ വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാളികേരം ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇടാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നല്ല ടേസ്റ്റാട്ടോ ഗരം മസാലപ്പൊടി ഇട്ടാൽ. പിന്നെ ഇടേണ്ടത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഗരം മസാലപ്പൊടി ഞാൻ പൊടിച്ചെടുത്തതാട്ടോ. കരയാമ്പൂ, പട്ട, ഏലക്ക, അല്പം പെരുംജീരകം, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, എന്നാൽ ഇതിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. അതിനുശേഷം ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. പൊടികളൊക്കെ ഇതിനകത്ത് കിടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനും കടച്ചക്ക എന്തായി നോക്കാം. അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി വെന്തിട്ടുണ്ട്. നാളികേരവും മസാലകളും ഒക്കെ വറുത്തത് ആറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി ഞാൻ അരച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പുണ്ട്, അതങ്ങ് കഴുകിയെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണേ. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
നമുക്ക് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ മൺചട്ടിയിലിരുന്ന് ഇനി ഇത് തിളച്ച് ഇനി വരും, നല്ലപോലെ കുറുകി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉണക്കമുളകും, ഒരു 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കടച്ചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു കറി മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ കടച്ചക്കയും ചെമ്മീനും നാളികേരം വറുത്തരച്ച് വെച്ച കറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാലേ ഞാനിടുന്ന റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.